രാജേന്ദ്രൻ ഡി കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗോവയിലായിരുന്നു. അവിടെ ഗോവയിൽ പോയപ്പോൾ അവിടുത്തെ ആ റോഡിൻ്റെ വിശാലതയും അതിൻ്റെ സൗന്ദര്യങ്ങളും ഞാൻ അത്യധികം എന്നെ ആകർഷിച്ചു. അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് കോഴിക്കോട് വരെയോ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് തിരുവനന്തപുരം വരെയോ പോകുന്ന ആളുടെ ഒരു കഷ്ടകാലം ഞാൻ ആലോചിച്ചു. കാര്യം എന്താണ്, ഒരു എയർപോർട്ടിലേക്ക് പോകാൻ എൻ്റെ ഒരു അയൽവാസി ഇന്നലെ എയർപോർട്ടിലേക്ക് പോയി. അദ്ദേഹം 7 മണിക്കൂർ സമയമാണ് എയർപോർട്ടിലേക്ക് കണ്ടത്. കറക്റ്റ് 120 കിലോമീറ്ററാണ് പാലക്കാട് നിന്ന്. എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഈ പാലക്കാട് നിന്ന് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താവും? അവരൊരു എയർപോർട്ട് വഴിയല്ലേ പോകുന്നത്. ആ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഈ വഴി ദുർഘടമാവുകയും ചെയ്യുന്നു. അതിനു പുറമെ അതിനകത്ത് ടോൾ ഗേറ്റുകളുണ്ട്. 3-4 ടോളുകൾ നമ്മൾ കൊടുക്കണം. എന്താണ് ഇതിൻ്റെ കാര്യം? ഇതാണ് കേരളത്തിൽ ടൂറിസം വികസിക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഗോവയിലൊക്കെ ഞാൻ ചെന്ന് ഏതാണ്ട് എൻ്റെ 30 കിലോമീറ്റർ യാത്രയ്ക്കകത്ത് ആ 30 കിലോമീറ്റർ യാത്ര ഒരു 25 മിനിറ്റിൽ കൂടുതൽ ഉണ്ടായിട്ടില്ല. യാതൊരുവിധ റോഡ് ബ്ലോക്കുകളും അവിടെ ഇല്ല. വളരെ സുഖകരമായ യാത്രയായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു ടോൾ ഗേറ്റിലാണ് ഞാൻ പെട്ടത് എന്ന് തോന്നുന്നുണ്ട്. ആ ടോൾ ഗേറ്റിലാണ് ഞാൻ പണം അടച്ചത്. അതിന് പകരം കേരളത്തിലാണെങ്കിൽ ഉള്ള ഒരു അവസ്ഥ എന്താണ്? ഒരു 30-40 കിലോമീറ്റർ പോകുമ്പോൾ ടോൾ ഗേറ്റ് വരും. ആ ടോൾ ഗേറ്റ് വരുന്നു, നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 120 രൂപ അടയ്ക്കുന്നു. അതിന് പകരം ആ റോഡുകളൊന്നും വൃത്തിയാക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം ഗവൺമെന്റിനോ അല്ലെങ്കിൽ ആ കമ്പനിക്കോ ഇല്ല. അതുകൊണ്ടാണ് ടൂറിസത്തിലെ കേരളവും ഗോവയും തമ്മിൽ വ്യത്യാസം. ഗോവ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പേര്. പക്ഷെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഗോഡ്സ് ഓൺ കൺട്രി അല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്തുള്ള അനുഭവങ്ങളെല്ലാം ഓർത്ത് ഞാൻ മാറ്റി പറയട്ടെ, ഡോഗ്സ് ഓൺ കൺട്രി ആകുകയാണോ കേരളം എന്ന് സംശയം വരുന്നു. ഏതായാലും നിങ്ങളുടെ കമൻസും എല്ലാ കാര്യങ്ങളും ഈ കമൻസ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.